കുറേ കാലത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഞാനിങ്ങനെ നല്ലത് കിട്ടിയാൽ മാത്രം വാങ്ങുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോഴാണ് ഞാൻ ഓക്കെ എന്തായാലും ഒരു സൺസ്ക്രീൻ വേണം, ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് ഇല്ല. പക്ഷേ ചില അമേസിങ് പ്രൊഡക്റ്റുകൾ നമുക്ക് വിത്തിൻ ഫ്യൂ യൂസിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്, UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഞാനൊരു സൺസ്ക്രീൻ പേഴ്സൺ അല്ല. ഡോക്ടർ ഷെത്ത്, പിന്നെ ഏതൊക്കെയോ ഉണ്ട്, പിന്നെ ഡർമക്കോ, എടുത്ത് കാണിച്ചു തരാം. ഈ സാധനം ഇതൊക്കെ ഞാനൊരു 4 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടോ, അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് അവൾ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷനും PA+++, 3+ഉം SPF 50 ഒക്കെ ഉണ്ട്. ആ സെയിം സാധനങ്ങൾ ഇതിലും ഉണ്ട് കേട്ടോ. SPF 50ഉം PA 3+ഉം UVA UVB ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലിക്വിഡ് ഫോമിലാണുള്ളത്. അപ്പം എനിക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ ലിക്വിഡ് ആകുന്ന സമയത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ഇത് ലിക്വിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു വെറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു സാധനമില്ലേ, നമ്മളൊരു വെള്ളം മുഖത്തിട്ട് ഉണക്കിയ ആ ഒരു ഫീലില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടൻസും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലില്ലേ, അതായിരുന്നു എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ റാൻഡമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടൻ നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞു. ഓക്കെ, നോർമലി ഞാനിങ്ങനെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നല്ല സൺസ്ക്രീൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും ഈ അടുത്തൊന്നും നടക്കില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡയറക്റ്റായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒരു നല്ലൊരു സൺസ്ക്രീൻ. അപ്പോൾ അങ്ങേരെ എനിക്ക് എടുത്തു തന്ന സാധനമാണ് UV ഡോക്സിൻ്റെ SPF 50 + PA+++, UVA UVB ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ. പക്ഷേ ഇത് ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സൺസ്ക്രീൻ, ഇന്നേ വരെ എന്ന് പറയുമ്പോൾ ഞാൻ ഫേമസ് ആയിട്ടുള്ള വലിയ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതുവരെ കണ്ടിട്ടുള്ള സൺസ്ക്രീനുകൾ, എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്ത സൺസ്ക്രീനുകളൊക്കെ അതിൻ്റെ കൺസിസ്റ്റൻസി സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഫാർ ബെറ്റർ, അതായത് ഇതൊരു ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ എന്ന് എനിക്ക് തോന്നി. അൺലെസ് അൺടിൽ ഞാൻ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു സാധനം, ഒരു സൺസ്ക്രീൻ വേറെ ആരെങ്കിലും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ഞാൻ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സൺസ്ക്രീനാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ കൺസിസ്റ്റൻസി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സൺസ്ക്രീനിൽ നമ്മളെല്ലാവരും പറയുന്ന പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയും. ഇതിന് MRP റേറ്റ് വരുന്നത് 700 സംതിങ്ങിനാണ്. പക്ഷേ എനിക്കൊരു 15% ഓഫ് കിട്ടുന്ന കാലിക്കറ്റുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. അതുകൊണ്ട് എനിക്കൊരു 600 സംതിങ്ങിനാണ് ഈ സാധനം കിട്ടിയത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിൻ്റെ കൺസിസ്റ്റൻസി മെയിനായിട്ട് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്നൊരു നെഗറ്റീവ്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ വൈറ്റ് കാസ്റ്റാണ്. പക്ഷേ ഈ ഒരു സൺസ്ക്രീനിൻ്റെ കേസിൽ തീരുമില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റാണ്. ഇതാണ് സൺസ്ക്രീൻ. ഇതൊരു ബട്ടറി ക്രീം എഫക്റ്റാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് ഇത് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ആൻഡ് സെക്കൻഡ് തിങ്സ്, ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് തരുന്നത്. ഇത് മോയ്സ്ചറൈസിങ് യൂസ് ഉണ്ടോ സാധനം ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ബട്ടറി മോയ്സ്ചറൈസിങ് ആണ് തരുന്നത്. ആൻഡ് ഇതൊരിക്കലും നമുക്കിങ്ങനെ ഒരു സാധാരണ സൺസ്ക്രീൻ തേക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കുറച്ചിങ്ങനെ ഓയിലി ആയ പോലെ ഇരിക്കും, കുറച്ച് ഓയിലി ടൈപ്പായിരിക്കും നമ്മളെ ഫേസ് കാണുക. ഈ 2 ഫിംഗറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. പക്ഷേ ഇതിന് ആ ഒരു സാധനമില്ല. ഇതൊരു ബട്ടർ ക്രീം മോയ്സ്ചറൈസർ തേച്ച പോലെയാണ് ഈ സാധനം ഉള്ളത്. പിന്നെ കമ്മിങ് ടു ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ക്ലെയിംസ് ഇറ്റ് ആക്ച്വലി ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഈ ഒരു ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് ഇതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും പ്രൈസ് വരത്തില്ല. പക്ഷെ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അത്രയും വേർത്തായിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ തോന്നിയിട്ടുള്ളത്. അപ്പം എനിക്ക് അത്രയും യൂസും
പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ ഇത് നോൺ കൊമിഡോജനിക്കാണ്. അതായത് സാധാരണ ഈ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു സാധനം പിമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് നോൺ കൊമിഡോജനിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇതൊരു തരത്തിലുള്ളൊരു ഇറിറ്റേഷനോ സ്കിൻ ഇറിറ്റേഷനോ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് ടോട്ടലി സേഫും സെക്യൂറും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓയിൽ ഫ്രീ ആണ്, സത്യമാണ്. ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷാണ്, സത്യമാണ്, മാറ്റ് ഫിനിഷാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന്. കാരണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ്, ലൈക്ക് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി. ഞാൻ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഈ ക്രീം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലിക്വിഡല്ല, കട്ടയായിട്ടാണ് ഈ സാധനം വരിക. ഇത് മോയ്സ്ചറൈസർ ആണെങ്കിൽ കൂടി ഇത് വരുന്നത് ലൈക്ക് ഇങ്ങനെ കട്ട കണ്ട, ഇങ്ങനെ കട്ടയായിട്ടാണ് ഈ സാധനം കിട്ടുക. അല്ലാതെ നമുക്കൊരു ക്രീം കിട്ടുന്ന അതുപോലെയല്ല കിട്ടുക. നല്ല തിക്കായിട്ടുള്ളൊരു സാധനം എങ്ങനെയാണ് കിട്ടുക, അതേപോലെ കിട്ടുക. അപ്പം ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ സൺസ്ക്രീനുകൾ വാങ്ങി പൈസ കളഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കുറേ റിസർച്ച് ചെയ്യും, ഇതിലേതാണ് നല്ലത്, പിന്നെ അത് കാർട്ടിലിട്ട് വെക്കും, പിന്നെ കുറച്ച് ഇത്ര പോരാൻ തോന്നും, പിന്നെ അത് റിമൂവ് ചെയ്യും. അങ്ങനെ കുറേ കാലത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഞാനിങ്ങനെ നല്ലത് കിട്ടിയാൽ മാത്രം വാങ്ങുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോഴാണ് ഞാൻ ഓക്കെ എന്തായാലും ഒരു സൺസ്ക്രീൻ വേണം, ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇത് വാങ്ങി. പക്ഷെ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ യൂസേജ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് പോകാൻ നിൽക്കുമ്പോൾ ഈ വെള്ളം മുഖത്താക്കിയിട്ട് അത് ഉണങ്ങാൻ നിൽക്കണം, ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു യൂസേജ് പറയാനും എനിക്ക് അത്ര എവിഡൻ്റ് ആയിട്ടൊരു റിസൾട്ട് ഫീൽ ചെയ്യും. മേ ബി റിസൾട്ട് ഉണ്ടായിരിക്കാം, ഞാൻ ശ്രദ്ധിക്കായിട്ടായിരിക്കാം, പക്ഷേ എനിക്ക് എന്നാലും അത് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സാധനം വാങ്ങിയപ്പോൾ, ഈ UV ഡോസിൻ്റെ ഈ ഒരു സാധനം വാങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര അത്രയും ഒരു അടിപൊളി റിസൾട്ട് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത്രയും പ്രൊട്ടക്റ്റ്. കാരണം നോർമലി ഒരു സൺസ്ക്രീൻ ഇട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് വേർക്കും. പക്ഷേ ഈ ഒരു സാധനം ഇട്ടിട്ട് നല്ല വെയിലത്ത് ഇറങ്ങിയിട്ടും എനിക്ക് എൻ്റെ ഫേസ് സ്റ്റിൽ ഫ്രഷായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ഇതൊരു എന്താ പറയുക ഒരു റിവ്യൂ പോലെ പറയണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് തോന്നിയത്. സോ എനിവൺ ഹു വാണ്ട്സ് എ ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ഒരു ബോട്ടിൽ 700 സംതിങ് ആണ്. ബട്ട് എനിക്ക് ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ഇത് ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അപ്പം ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസർ പോലെ നിങ്ങൾക്ക് തോന്നും. ഇത് നല്ല മോയ്സ്ചറൈസർ ആണോ എനിക്കറിയില്ല, പക്ഷേ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് മോയ്സ്ചറൈസർ. സോ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത്രയും നല്ലൊരു സൺസ്ക്രീൻ വേണമെന്ന് തോന്നുന്നവർ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Okay, that's it from my end. Bye.